സാർ നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഫലം വരാൻ 2 ദിവസം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. എക്സിറ്റ് പോളുകളിൽ ഇടതുപക്ഷത്തിന് സമ്പൂർണമായ തോൽവിയാണ് പ്രവചിച്ചിരിക്കുന്നത്. അതായത് 8ഓളം എക്സിറ്റ് പോളുകളാണ്, അല്ലെങ്കിൽ വിവിധ മാധ്യമങ്ങളുടേതുൾപ്പെടെയുള്ള 8ഓളം എക്സിറ്റ് പോൾ സർവേകളാണ് നമ്മുടെ നാട്ടിൽ പ്രചരിച്ചത്. അതിലെല്ലാവരും UDF അധികാരം കിട്ടും എന്ന തരത്തിൽ തന്നെയാണ് പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുള്ളത്, അഥവാ പ്രവചനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഒന്നിൽ പോലും ഇടതുപക്ഷത്തിന് പ്രതീക്ഷ നൽകുന്ന ഒരു പ്രവചനം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തുടർഭരണ സാധ്യതകളെ വലിയ തിരിച്ചടിയായി മാറുന്നു. പിണറായി വിജയനും CPM സഖാക്കളും ഇടതുപക്ഷവും ഭയവിഹുലരാണ്. ഇതിനിടയിൽ എക്സിറ്റ് പോളിൽ മറ്റ് ചില ശുഭസൂചകങ്ങളായ കാര്യങ്ങൾ CPM-നുണ്ട്. അതായത് ധർമ്മടത്ത് പിണറായി വിജയൻ ജയിക്കും, അതുപോലെ ബേപ്പൂരിൽ മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസ് ജയിക്കും, ചെങ്ങന്നൂരിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ സജി ചെറിയാനും കഷ്ടി കടന്നുകൂടും എന്നാണ് പറയുന്നത്. ബാക്കി മന്ത്രിസഭയിലുള്ള എല്ലാ മന്ത്രിമാരും, ചുരുങ്ങിയത് 13 മന്ത്രിമാരെങ്കിലും തോൽക്കാനാണ് കൃത്യമായി സാധ്യതകൾ നിരത്തിക്കൊണ്ട് ഇപ്പോൾ എക്സിറ്റ് പോൾ വന്നിരിക്കുന്നത്. ഇവിടെ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, പരിണിത പ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ, സാമൂഹ്യ പ്രവർത്തകൻ എന്ന രീതിയിൽ നാട്ടിലുണ്ടാകുന്ന ചെറുതും വലുതുമായ എല്ലാ വിഷയങ്ങളെയും കൃത്യമായ പഠന വ്യഗ്രതയോടുകൂടി നോക്കിക്കാണുകയും അപഗ്രഥിക്കുകയും ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ ഇടതുപക്ഷത്തിന് കനത്ത ഒരു തോൽവി ഉണ്ടാവുകയാണെങ്കിൽ പ്രതിപക്ഷത്തിരിക്കാൻ ഇന്നത്തെ നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകുമോ? അതോ തൻ്റെ പിൻഗാമിയായി CPM-ൽ തൻ്റെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസിനെ പ്രതിപക്ഷ നിരയിലേക്ക് കൊണ്ടുവന്ന് മറ്റു മന്ത്രിമാരെല്ലാം പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ അങ്ങനെ തൻ്റെ കുടുംബാധിപത്യം വീണ്ടും CPM-ൽ കൊണ്ടുവരാൻ വേണ്ടി മുഖ്യമന്ത്രി ശ്രമിക്കുമോ? അതോ മുഖ്യമന്ത്രി രാഷ്ട്രീയത്തിൽ നിന്ന് പരിപൂർണമായി നിഷ്കാസിതനാകുമോ? CPM മുഖ്യമന്ത്രിയെ പടിയടച്ച് പിണ്ടം വയ്ക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് സാമാന്യേന ജനങ്ങൾക്ക് ഉള്ളിലുള്ളത്. എന്താണ് സാറിന് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? എക്സിറ്റ് പോൾ സർവേകളിലൊക്കെ കാണുമ്പോൾ ഈ പറഞ്ഞത് ശരിയാണ്. CPM പോലത്തെ ഒരു പാർട്ടി മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന നിലയിലല്ല റിയാസിന് ഒരു പൊളിറ്റിക്കൽ സ്പേസ് ഉണ്ടായിരുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന റിയാസ് SFIയുടെയും DYFIയുടെയും ഒക്കെ വളരെ പ്രോജ്വലമായ നേതൃനിരയിലുണ്ടായിരുന്ന ഒരാളെന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സ്പേസ് ഞാൻ കരുതുന്നു. പക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മരുമകനായി മാറിയതോടുകൂടി, അദ്ദേഹം മന്ത്രിയുമായി മാറിയതോടുകൂടി, അദ്ദേഹത്തെ മന്ത്രിയാക്കിയതോടുകൂടി മുഖ്യമന്ത്രിയുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രിസ്ഥാനം എന്ന നിലയിലുള്ള വിലയിരുത്തൽ പൊതുസമൂഹം നടത്തുകയും ആ തരത്തിൽ കാര്യങ്ങളെ കാണുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നടന്നിട്ട് ഈ പൊതുമരാമത്ത് വകുപ്പിൽ നടന്നിട്ടുള്ള അതിഭയങ്കരമായ കൊള്ളയെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും ഇന്നിപ്പോ IAS ഉദ്യോഗസ്ഥന്മാർ, ഗവൺമെന്റ് സെക്രട്ടറിമാർ വരെ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണണം. മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവാൻ തയ്യാറാവാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ റിയാസിനെ പ്രതിപക്ഷ നേതാവാക്കി കൊണ്ടുവരാനായിട്ട് മുഖ്യമന്ത്രിക്ക് സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിശക്തമായ ചെറുത്തുനിൽപ്പ് പാർട്ടിക്കകത്ത് നിന്ന് അദ്ദേഹം നേരിടേണ്ടി വരും. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് 6-7 നിയോജക മണ്ഡലങ്ങളിൽ CPM നേരിട്ട പ്രതിസന്ധി, അത് K സുധാകരന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ തുടങ്ങിയ 6-7 നിയോജക മണ്ഡലങ്ങളിൽ CPM നേരിട്ട ചോദ്യം ചെയ്യലുകൾ തെരഞ്ഞെടുപ്പ് തോറ്റു കഴിഞ്ഞാൽ പാർട്ടി വലിയ രീതിയിൽ നേരിടേണ്ടി വരും. താഴെ മുതൽ മുകൾ തട്ടിൽ വരെ ആ ചോദ്യം ചെയ്യലുകൾ നേരിടേണ്ടി വരുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവായി ജയിച്ചു വരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി ബാലഗോപാലോ, ജയിച്ചു വരുന്നുവെങ്കിൽ രാജീവോ, അല്ലെങ്കിൽ അതുപോലെ ആരെങ്കിലും നേതാക്കന്മാരെ അല്ലാതെ മുഹമ്മദ് റിയാസിനെ പോലെ ഒരാളെ
കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാക്കി കൊണ്ടുവരാൻ മുഖ്യമന്ത്രി വിചാരിച്ചാലും CPM സമ്മതിക്കില്ല. അത് വലിയ കലാപം CPM ഉണ്ടാക്കും. കാരണം ഈ ഒരു അതായത് ഇത് വെറും റിയാസ് മാത്രമല്ല വിഷയം. നമ്മൾ കാണേണ്ട ഒരു സാധനം, കേരളത്തിൽ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമരമാണ് കരിമണൽ ഖനനത്തിനെതിരായ സമരം. കരിമണൽ ഖനനത്തിനെതിരായി മനുഷ്യർ നിരന്തരമായി സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടി, എക്സ്ട്രാ ലോജിക്കിന് വേണ്ടി മുഖ്യമന്ത്രി കർത്തയുമായി നടത്തുന്ന, അല്ലെങ്കിൽ അതിൻ്റെ കരിമണൽ ഖനന ലോബിയുമായി നടത്തുന്ന അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് കേരളത്തിന് കൃത്യമായിട്ട് അറിയാം. അതായത് ബോർഡിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, 1,78,00,000 രൂപ കൃത്യമായി. അപ്പൊ ഈ കൊള്ളക്കാരെ ഈ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന നിലപാട് ഈ തോൽവിയെ തുടർന്ന് പാർട്ടിയിലെ സീരിയസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പിന്നെ കാഡേഴ്സ് ആയിട്ടുള്ള, ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് അവർക്ക് തീരുമാനിക്കേണ്ടി വരും. ഇങ്ങനെ മുന്നോട്ട് പോകാൻ തന്നെയാണ് പാർട്ടി തീരുമാനിക്കുന്നതെങ്കിൽ വെസ്റ്റ് ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായ അതേ ദുരന്തം കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്ത്യത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് അതെ സാറ് പറഞ്ഞ വളരെ വസ്തുനിഷ്ഠമായിട്ടൊരു കാര്യമാണ്. അതിൽ മറ്റൊരു കാര്യം കൂടി ഒന്ന് ചേർത്ത് പറയട്ടെ. ഇന്നിപ്പോ സാറ് പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളെന്ന് കേരളം വിശ്വസിക്കുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏതാണ്ട് 63 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം ഉണ്ടായിരുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 4 പ്രാവശ്യം MLA ആയിരുന്ന, 2 തവണ മന്ത്രിയായിരുന്ന G. സുധാകരനെ പോലുള്ളവർ, 60 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അടിയുറച്ച പാർട്ടി പ്രവർത്തകനായിരുന്ന TK ഗോവിന്ദൻ, B. കുഞ്ഞികൃഷ്ണൻ, അങ്ങനെ ഐഷ പോറ്റി എന്ന് പറയുന്ന PK ശശി വരെയുള്ള ആളുകൾ പാർട്ടി വിട്ട് പുറത്തു വന്ന് പാർട്ടിക്ക് എതിരെ മത്സരിക്കുന്നു. അതായത് പാർട്ടിയുടെ ബദ്ധശത്രുക്കളായ UDF സംവിധാനത്തിൽ നിന്നുകൊണ്ട് പാർട്ടിക്കെതിരെ മത്സരിക്കുന്ന സാഹചര്യത്തിലേക്ക് പാർട്ടിയെ തരം താഴ്ത്തി എന്ന ഒരു അപഖ്യാതി കൂടി പിണറായി വിജയൻ കേൾക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ ഈ 2026 തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടാവുകയാണെങ്കിൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാർട്ടിയിൽ നിന്നുള്ള പടിയിറക്കം കൂടി ആയിരിക്കുമോ എന്നുള്ളൊരു ആശങ്ക കൂടി ഉയർന്നു വരുന്നുണ്ട്. പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗവും പാർട്ടിയിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് നേതാവുമായിട്ടുള്ള പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് താഴെ ഇറങ്ങും എന്നല്ലാതെ CPM-ന്റെ പോളിറ്റ് ബ്യൂറോയിൽ നിന്നോ CPM-ന്റെ നേതൃനിരയിൽ നിന്നോ താഴേക്ക് പോകും എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഒരു സംഗതി ഞാൻ കരുതുന്നില്ല. പക്ഷേ അദ്ദേഹം ഇതുവരെ കൊണ്ടു നടന്നിരുന്ന ആ രീതി, അദ്ദേഹത്തിന്റെ ആ ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കില്ല. ഞാൻ രാജാവിന്റെ വാക്കുകൾ കേൾക്കുക, അനുസരിക്കുക, രാജാവിന്റെ ചിത്രങ്ങൾ വെക്കുക, അതിനെ പൂജിക്കുക, അല്ലെങ്കിൽ രാജഭരണത്തിൽ നിന്ന് തുല്യമായി ഒരു സംസ്ഥാനത്തെ ജനാധിപത്യ ഭരണത്തെ കൊണ്ടുപോയി എന്നുള്ളത്, അത് അദ്ദേഹത്തിന് ഞാൻ ഒരു സൂചന വേണം ഞാൻ പറയുന്നു. 1985 MGS നാരായണൻ വെസ്റ്റ് ബംഗാളിനെ കുറിച്ച് മാതൃഭൂമിയിൽ സീരിയസ് ആയിട്ടൊരു ലേഖനം 5 or 6 എപ്പിസോഡ് ഒരു ഇതായിട്ട് ഖണ്ഡശയായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പ്രസിദ്ധീകരിച്ച ലേഖനത്തിനകത്ത് അദ്ദേഹത്തിൻ്റെതായ പഠനത്തിന്റെ ഭാഗമായി വെസ്റ്റ് ബംഗാളിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു ജനാധിപത്യ ഭരണക്രമത്തിൽ ആ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികളാണ് അദ്ദേഹം എഴുതിയത്. നിങ്ങളുടെ മാർക്സിസ്റ്റുകാരനല്ലെങ്കിൽ നിങ്ങൾക്ക് റേഷൻ ഷാപ്പിൽ നിങ്ങൾ റേഷൻ കിട്ടില്ല. നിങ്ങളൊരു മാർക്സിസ്റ്റുകാരനല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബാർബർ ഷാപ്പിൽ മുടിവെട്ടാനോ താടി വടിക്കാനോ നിങ്ങളെ അനുവദിക്കില്ല. നിങ്ങളൊരു മാർക്സിസ്റ്റുകാരനല്ലെങ്കിൽ നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കാത്ത തരത്തിൽ എല്ലാ തരത്തിലും ഒറ്റപ്പെടുത്തുന്ന ഒരു പാർട്ടി രീതി പോലെയായിരുന്നു. അതിന്റെ ആഴം ഓരോ വില്ലേജുകളെ സംബന്ധിച്ച്, ആ വില്ലേജുകളിൽ സംഭവിക്കുന്ന സംഗതികളെ സംബന്ധിച്ച് ഡോക്ടർ MGS നാരായണൻ ഒരു നമുക്കൊക്കെ ബഹുമാനമുള്ള ഒരു ചരിത്രകാരൻ, അദ്ദേഹം എഴുതിയ അത് 85-ലാണ്. ഈ രീതിയിലാണ് ഭരണവും ജനാധിപത്യ ഭരണക്രമത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകുന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടാൻ പോകുന്ന വലിയ വെല്ലുവിളി അവരുടെ സർവനാശമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം
ആ ലേഖനങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. അല്ല സാറേ, അത് തന്നെയാണ് സംഭവിച്ചത് അവിടെ. അത് ഞാൻ പറഞ്ഞ അത് സംഭവിച്ചു എന്നുള്ളത് ഒരു പാഠമായി മനസ്സിലാക്കാൻ ഇവർ സാധിക്കണം. ഈ രാജഭരണം കൊണ്ടു നടക്കുന്ന ആളുകൾ അത് മനസ്സിലാക്കണം. എവിടെയാണ് വെസ്റ്റ് ബംഗാളിൽ CPM ചെന്ന് എത്തിപ്പെട്ടത് എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ചരിത്രം വലിയ ഉദാഹരണങ്ങളാണ്. അതായത് അന്ന് മുതൽ MGSനെ അവർ വലിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായി RSSകാരനായി ചാപ്പുകുത്തിയ ഒരു കാലമുണ്ട് ഇതിനു ശേഷം. അല്ല, സത്യം പറയുന്നവന് വെട്ട് എന്നാണല്ലോ എപ്പോഴും പറയുന്നത്. സത്യം പറയുന്നവനെ വേഗം RSSോ സംഘിയോ ഒക്കെ ആയിട്ട് എളുപ്പമാണ്. നോക്കൂ, 33 വർഷക്കാലം ബംഗാൾ ഭരിച്ചിരുന്ന ആ പാർട്ടി ഇപ്പോൾ ചില പരസ്യങ്ങളിലൊക്കെ പറയുന്നത് പോലെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. ഇപ്പൊ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പുറത്തു വരുന്ന എക്സിറ്റ് പോൾ സർവേ ഫലം വെച്ച് നോക്കുമ്പോൾ BJP തൂത്തുവാരും എന്നാണ് പറയുന്നത്. അതായത് ഈ CPMന്റെ കെടുകാര്യസ്ഥത അല്ലെങ്കിൽ അഴിമതി സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് അവിടെ വന്നു. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെയും സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരുപക്ഷെ ജനം BJPയെ സ്വീകരിക്കുന്നു എന്ന തരത്തിലേക്കാണ് ഇപ്പൊ എക്സിറ്റ് പോൾ ഫലം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ത് തന്നെയായാലും ഈ കേരളത്തിൽ 2 വട്ടം പൂർത്തിയാക്കുന്ന പിണറായി വിജയൻ സർക്കാരും ഇത്തരത്തിൽ മുന്നോട്ട് പോയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാവും അവർക്കൊരു പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ അങ്ങനെയായിരിക്കും വിലയിരുത്തപ്പെടുക എന്നുള്ളത് വളരെ വാസ്തവം തന്നെയാണ്. ഇനിയിപ്പോ സാറ് പറഞ്ഞ പൊളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയായ പിണറായി വിജയന് പാർട്ടിയിൽ സ്ഥാനം ഉണ്ടാവും. പക്ഷെ പാർട്ടിയിൽ സ്ഥാനം ഉണ്ടാവുമ്പോൾ പഴയ അപ്രമാദിത്വം ഒരു കാരണവശാലും വകവെച്ചു കൊടുക്കാൻ ആരും തയ്യാറാവില്ല. കാരണം ഈ G. സുധാകരൻ, TK ഗോവിന്ദൻ എന്നുള്ളതൊക്കെ ഒരു സൂചന മാത്രമാണ്. ഈ 2026 നടന്ന ഈ തെരഞ്ഞെടുപ്പിലും G. സുധാകരൻ അമ്പലപ്പുഴയിൽ മാത്രമല്ല ഒരു ഫാക്ടർ, TK ഗോവിന്ദൻ തളിപ്പറമ്പിൽ മാത്രമല്ല, കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഈ ഫാക്ടർ എഫക്ട് ചെയ്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് ഈ എക്സിറ്റ് പോൾ റിസൾട്ട്. കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന മാർക്സിസ്റ്റുകാരെല്ലാവരും ഈ പിണറായി വിജയൻ സർക്കാരിനെതിരായി വോട്ട് ചെയ്തിരിക്കുന്നു. തീർച്ചയായും. കാരണം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെല്ലാവരും ഇവിടെ കമ്മ്യൂണിസം നിലനിൽക്കണം എന്നുള്ള വിശ്വാസമുള്ളവര് പിണറായി വിജയൻ സർക്കാർ താഴെ ഇറങ്ങി പറ്റൂ എന്ന് മനസ്സിലാക്കി പിണറായി വിജയൻ സർക്കാരിനെതിരെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് തന്നെയുള്ള സൂചനകളാണ് വരുന്നത്. മാത്രമല്ല, ഈ പാർട്ടിയെ സാധാരണ അണികൾക്കും പ്രവർത്തകർക്കും സാധാരണക്കാരായ മറ്റു പാർട്ടിയിലുള്ള അല്ലെങ്കിൽ നിഷ്പക്ഷരായ ആളുകളുടെ ചോദ്യങ്ങൾക്ക് സാമാന്യേന ഉത്തരം പോലും നൽകാൻ പറ്റാത്ത രീതിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചു, പ്രതിസന്ധിയിലാക്കി പിണറായി വിജയൻ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ് PM ശ്രീ പോലുള്ള പരിപാടികളെ നമ്മൾ ഈ വിധവകളായ സ്ത്രീകൾ, ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ, ഭർത്താക്കന്മാർ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ, ഈ മനുഷ്യരൊക്കെ ജീവിച്ചു പോകാൻ പെടുന്ന പെടാപ്പാടെന്ന് പറയുന്നത് വിലക്കയറ്റം കൊണ്ട് സഹികെട്ട് കുടുംബങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ കിടന്ന് ശ്വാസം മുട്ടുകയാണ്. അതായത് ചെറുപ്പക്കാരായ ആളുകൾ മുഴുവൻ എവിടെയെങ്കിലും പോയി ജീവിതം രക്ഷപ്പെടുത്താൻ വേണ്ടി പണിയെടുത്ത് ജീവിക്കാനോ പഠിച്ച് ജീവിക്കാനോ വേണ്ടിയിട്ടുള്ള വഴി തേടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ സമാധാനവും സ്വൈര്യവും കൊടുക്കാത്ത തരത്തിലേക്ക് കുടുംബങ്ങൾ തകരാറാവുന്നു. മദ്യം, മയക്കുമരുന്ന് എന്ന് പറയുന്നത് ഒറ്റ സംഗതി നിങ്ങൾ ശ്രദ്ധിച്ചോ. 2014 കേരളത്തിൽ ആദ്യമായി MDMA പിടിക്കപ്പെടുന്നത്. 2 സ്ഥലത്ത് 2014 MDMA പിടിക്കപ്പെടുന്നതിൽ ആ 2014 പിടിക്കപ്പെട്ട സോഴ്സ്, അത് കൊണ്ടുവന്നവൻ ആര്, അതിന്റെ ഉറവിടം ഏത് എന്ന് തേടിപ്പിടിച്ച് അതിനെ അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ കേരളം ഇന്ന് ഈ അവസ്ഥയിലെത്തൂല. ഇന്ന് 2026 ആവുമ്പോൾ കേരളത്തിലെ 40% കുടുംബങ്ങൾക്കകത്ത് സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുന്നു. കാരണം LP സ്കൂളുകളിലും UP സ്കൂളുകളിലും വരെ പഠിക്കുന്ന കുട്ടികളുടെ കയ്യിൽ ഇന്ന് MDMA കിട്ടുന്ന സ്ഥിതി ഉണ്ടായി. ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നീ ഭരണകൂടത്തിന് മാറി നിൽക്കാനാവില്ല. ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നീ LDF ഭരണകൂടത്തിന് മാറി നിൽക്കാനാവില്ല. നാളെ ഇതിനെ എങ്ങനെയൊക്കെ ചെറുക്കാൻ പറ്റുന്ന എനിക്കറിയില്ല. പക്ഷേ ചെറുത്തേ മതിയാവും. ചെറുത്തില്ലെങ്കിൽ ഈ സമൂഹം ഉണ്ടാവില്ല. നിസ്സാര കാര്യമല്ല. 2014 കേരളത്തിൽ MDMA വന്നത് എന്നത് മുതൽ ഇന്ന് 2026 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലെ കുടുംബങ്ങൾക്കകത്ത് MDMA ഉണ്ടാക്കിയിട്ടുള്ള അസ്വസ്ഥതയും അലോസരവും സ്വസ്ഥതയില്ലായ്മയും ജീവിതത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തപ്പെട്ട അവസ്ഥയും ചെറുതല്ല എന്ന് നമ്മൾ തിരിച്ചറിയാം. അല്ല, കേരളം മയക്കുമരുന്നിന്റെ ഹബ്ബായി മാറിയിരിക്കുന്നു. അപ്പൊ ഇത്തരം എല്ലാ മേഖലകളിലും വിലക്കയറ്റം, വിദ്യാഭ്യാസം, ചെറുപ്പക്കാര്, കുട്ടികൾ നാട് വിട്ട് പുറത്തേക്ക് പോകുന്നു.
നമ്മളിവിടെ സ്വാശ്രയ വിദ്യാഭ്യാസത്തിനെതിരെ ശ്രീനിവാസന്റെ കഴുത്തിനടിച്ച് കരണത്തടിച്ച് താഴെ വീഴ്ത്തിയ ആളുകൾ ഇപ്പോൾ സ്വാശ്രയ വിദ്യാഭ്യാസം നേടാൻ വേണ്ടി അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങൾ തുടങ്ങാൻ വേണ്ടി പരക്കം പാഞ്ഞ് നടക്കുന്നു. നമ്മുടെ വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നില്ല, പുറത്തേക്ക് പോകുന്നു, പഠിച്ചിറങ്ങിയാൽ തന്നെ ജോലിയില്ലാത്ത അവസ്ഥ. അതുകൊണ്ട് ആ മേഖല അക്ഷരാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു നമുക്ക്, അല്ലെങ്കിൽ അപജയം ഉണ്ടായിരിക്കുന്നു. ഇതുപോലെ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും പെട്ടുഴലുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവിടെ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം എന്നുള്ളതല്ല, അടിസ്ഥാന വർഗത്തിന് ജീവിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചതിന്റെ പേരിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ പിണറായി വിജയന് എതിരെ നിലകൊണ്ടു, പിണറായി സർക്കാരിനെതിരെ നിലകൊണ്ടു. അപ്പോഴും ഇവർ നമ്മളോടൊക്കെ ഒരു കാര്യം പറയും, നിങ്ങൾക്ക് ഈ പാർട്ടിയെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല. ശരിയാണ് സാർ, നമുക്ക് ഈ പാർട്ടിയെ കുറിച്ച് ഒന്നും അറിയില്ല, നമുക്ക് ജനങ്ങളുടെ അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങൾ അറിയുള്ളൂ. ഈ പാർട്ടിയുടെ വൈരുദ്ധ്യാത്മക ഭൗതികവാദങ്ങളൊന്നും നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിലും ഒരുവൻ 100 രൂപയ്ക്ക് പണിയെടുത്താൽ 10 രൂപ കൂടി കടം മേടിച്ചാലേ ഇന്ന് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് അവനെ കൊണ്ട് തള്ളിവിട്ടു എന്ന് കൃത്യമായി തന്നെയാണ് ജനങ്ങൾ ഓരോ പ്ലാറ്റ്ഫോമുകളിൽ വന്ന അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനൊരു അറുതി വരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 10 വർഷത്തെ ഭരണം കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതിന്റെ വിധിയെഴുത്തായിരിക്കും ഈ എക്സിറ്റ് പോളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്ത് തന്നെയായാലും പോളിറ്റ് ബ്യൂറോ മെമ്പറായ പിണറായി വിജയന് അനാരോഗ്യകരമായിട്ടുള്ള പല വിഷയങ്ങളും പാർട്ടിക്കകത്തുണ്ട്. അദ്ദേഹത്തിന്റെ ശാരീരിക അനാരോഗ്യവും എല്ലാം പ്രശ്നം തന്നെയാണ്. എന്തായാലും ഒരു കാര്യം പലരും, അതായത് മുതിർന്ന CPM കാർക്കിടയിൽ നിന്ന്, അവരുടെ പിന്നാമ്പുറങ്ങളിൽ നിന്ന് നമുക്ക് ചോർന്നു കിട്ടുന്ന വാർത്ത തന്നെയാണ്, പിണറായി വിജയന്റെ ഈ സർക്കാരിന്റെ പരാജയം ഉണ്ടായി കഴിഞ്ഞാൽ അത് പാർട്ടിയിൽ പിണറായി വിജയൻ എന്ന നേതാവിന്റെ പരാജയം കൂടിയാണ്, പടിയിറക്കം കൂടിയാണ്. എന്തായാലും എന്താണ് ഇക്കാര്യത്തിൽ സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയാൻ നമുക്ക് കാത്തിരിക്കാം.